അണ്ണാനെ പോലെ ആവുക. അണ്ണാൻ എന്താ ചെയ്യുന്ന അറിയോ? രാവിലെ ഇറങ്ങും അതിൻ്റെ ജോലിക്ക്, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് ഓരോ കാര്യങ്ങൾ, ഓരോ സാധനങ്ങൾ അതിൻ്റെ കൂട്ടിൽ ഒരുക്കി വെക്കും. അത് എന്തിനറിയോ? മഴക്കാലം വരുമ്പോൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അത് ധാന്യങ്ങൾ പെറുക്കി ഉണ്ടാക്കി അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല മഴക്കാലത്ത്. നിങ്ങൾ അണ്ണാനെ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ പിന്നെ മഴക്കാലത്ത് അപൂർവമായിട്ടേ കാണുള്ളൂ. നിങ്ങൾ പരമാവധി നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് പോകണ്ടോ, ഇല്ലെങ്കിൽ വാഹനം അടിച്ചു പോകും. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ വട്ടമ്പലത്താണുള്ളത്, മദർ കെയർ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാരണം ആരോഗ്യമില്ലാത്തൊരു കേരളമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മുടെ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഫുഡ് അതേപോലെ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും വാഹനങ്ങൾ, കാറുകളിലാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. നമുക്ക് ആരോഗ്യമുള്ളൊരു കേരളം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മൾ പരിശ്രമിക്കുകയും കൂടി വേണം കേട്ടോ. ഇത് നിങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് എന്തായാലും കേൾക്കണം. ഇതാണ് കുമരമ്പത്തൂർ ചുങ്കം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കുമരമ്പത്തൂർ പഞ്ചായത്ത് അധികാരികളോട് പറയേണ്ട ഒരു കാര്യം പറയട്ടെ. നമ്മളെ ഇവിടെ കാണുന്ന ഈ സെൻട്രലിലെ പോയിന്റ് ഇല്ലേ, അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാൻ പറഞ്ഞത് ഈ സൈഡിലാണ്. അതായത് ഇവിടെ കൊടികൾ വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് റോഡ് അതോറിറ്റിക്കാരിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമാവും. അവർക്ക് സമയം പോകാനും അതേപോലെ പിന്നെ കാണാനും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യാമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട്. പച്ചക്കറി വിൽക്കുന്ന കിറ്റ് 50 രൂപയാണ്. ആവശ്യക്കാർക്ക് വാങ്ങാം. അതുപോലെ നല്ല പച്ചക്കറിയാണ്, കുഴപ്പമില്ല, ഒരു ഇടത്തരം പച്ചക്കറിയാണ്. ഈ ആംബുലൻസിനൊക്കെ വരുമ്പോൾ എമർജൻസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ഓരോ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജീവനാവും കളയുണ്ടാവുക. ആ ജീവൻ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ അപഹരിക്കും. കാരണം നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവറാണ്. അവിടെ നിങ്ങൾ ഒരു മുതലാളിയാണോ, ബിസിനസ്സുകാരനാണോ, ഉദ്യോഗസ്ഥനാണ്, ആരുമല്ല അവിടെ. നിങ്ങൾ റോഡിലേക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, വാഹനം കൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇത് അവിടെ ഈ ഇടതുവശത്ത് കാണുന്ന സൈൻ ബോർഡ് കണ്ടില്ലേ, കുട്ടികൾ പാസിങ് ചെയ്യുന്നില്ല. ഈ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ പേരൻസ് സ്കൂൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഞാൻ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ 4 മണി കഴിഞ്ഞു, 4:45. അപ്പോൾ സ്കൂള് ഭാഗത്തൊക്കെ എത്തുമ്പോൾ നിങ്ങൾ 20 സ്പീഡ് പോവുക, പരമാവധി മെല്ലെ പോവുക. അത് ടൈം നോക്കിയിട്ടോ. 10 മണിക്ക് ശേഷം അതേമാതിരി 3:30ക്ക് ശേഷം നിങ്ങൾ 20 സ്പീഡ് സ്കൂളിൻ്റെ ഭാഗത്ത് പോവാം. അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ MES കോളേജാണ്. MES കോളേജിൻ്റെ കാര്യം ഞാൻ മണ്ണാർക്കാട്ടുകാർക്ക് പറയണ്ടല്ലോ. മണ്ണാർക്കാട് എന്നല്ല, നമ്മുടെ ലോകത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു കോളേജ് തന്നെയാണ് MES കോളേജ്. ഇവിടെയൊക്കെ കുട്ടികൾ തലങ്ങും വിലങ്ങും പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ കുട്ടികളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം പറയാം, നിങ്ങൾ റോഡ് നിങ്ങളുടെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് ചാടി പുറപ്പെട്ട് ഇറങ്ങാൻ നിൽക്കരുത്. നിങ്ങൾ ഇതിനൊക്കെ റോഡിന് കറക്റ്റായിട്ട് ഓരോ വരകൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ മാത്രം പോയി പാസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവാം. പിന്നെ ഈ വരുന്നവനെ പോലെ ഒരിക്കലും ആവരുത്. തോന്നിയ സ്ഥലത്ത് തോന്നിയ മാതിരി പോവാം. അതൊരു ബഹുമാനം കിട്ടില്ല നിങ്ങൾക്ക്. നാട്ടുകാരെ ഫുള്ള് പിന്നെ വേണ്ടാത്ത വർത്തമാനവും കേൾക്കുക. അതായത് നമ്മുടെ കുന്തിപ്പുഴ എത്തി. കുന്തിപ്പുഴയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ 2-3 വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്.
പിന്നെ ബാക്കിൽ നിന്ന് വാഹനം ഓണടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുക്കുക. കാരണം അവർ അത്രയും അർജൻറ്റിലാവും പോകുന്നുണ്ടാവാം. പിന്നെ ഇങ്ങനെ കുറേ വേട്ടാവിളിയന്മാരെ കാണാം. അത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ RTO നിൽക്കുന്നുണ്ട്. അത് RTOമാർ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അപ്പം അന്നൊരു ദിവസം ഇതിൻ്റെ പുക ടെസ്റ്റ് തെറ്റീനു. അപ്പോൾ അത് നല്ലൊരു ഉദ്യോഗസ്ഥനെ തോന്നുന്നുണ്ട് കേട്ടോ. പോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ബഹുമാനം തോന്നിട്ടോ, സത്യമായിട്ട് ഞാൻ പറയാം. ഇവിടെ മണ്ണാർക്കാടിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ നല്ലവരെ കാണാഞ്ഞിട്ടാണ്. ഒന്നാമത്തെ ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തികളും വേണ്ടാത്തത് എന്താണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് പോവുക. വേണ്ടാത്തത് എന്താണ് എനിക്കുള്ളത് അതാണ് അന്വേഷിക്കുന്നത്. വേണ്ടതൊന്നും അവന് ഒരു കൂട്ടി വെക്കില്ല. നിങ്ങളൊരു അണ്ണാനെ പോലെ ആവുക. അണ്ണാൻ എന്താ ചെയ്യുന്ന അറിയോ? രാവിലെ ഇറങ്ങും അതിൻ്റെ ജോലിക്ക്, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് ഓരോ കാര്യങ്ങൾ, ഓരോ സാധനങ്ങൾ അതിൻ്റെ കൂട്ടിൽ ഒരുക്കി വെക്കും. അത് എന്തിനറിയോ? മഴക്കാലം വരുമ്പോൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അത് ധാന്യങ്ങൾ പെറുക്കി ഉണ്ടാക്കി അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല മഴക്കാലത്ത്. നിങ്ങൾ അണ്ണാനെ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ പിന്നെ മഴക്കാലത്ത് അപൂർവമായിട്ടേ കാണുള്ളൂ നിങ്ങൾ. അതിപ്പോൾ നിങ്ങളൊരു അണ്ണാനെ പോലെ ആവുക. അത്രേ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ള സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിക്കണം കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയാണ്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കുക.